ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും രക്ഷിതാവും കർത്താവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഈ വിശുദ്ധ ദിനത്തിൽ നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായി രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിന് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരാൾ തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കുവാൻ പോയി. അവൻ എലിമേലേക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മഹ്ളൂൻ എന്നും കില്യോൻ എന്നും പേര്. അവർ യഹൂദിയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്ത് ആയിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമേലേക്ക് മരിച്ചു. അവളും 2 പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേര്. അവർ ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. പിന്നെ മഹ്ളൂനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാം, ഓടിപ്പോകരുത് എന്നുള്ളതാണ്. ഈ രാവിലെ എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായും ഞാൻ നന്ദി കരയറ്റുന്നു. വളരെ ശ്രദ്ധയോടെ ഈ വേദഭാഗങ്ങളും ഈ ധ്യാനവും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. യു കനോട്ട് റൺ അവേ ഫ്രം യുവർ പ്രോബ്ലം. പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാം, പക്ഷേ നിങ്ങൾ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഓടിപ്പോകാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് അത് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ, വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ 2 പുസ്തകങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ സ്ത്രീരത്നങ്ങളുടെ പേരിൽ അത് ലഭിച്ച ആദ്യത്തെ പുസ്തകമാണ് രൂത്തിൻ്റെ പുസ്തകം എന്ന് പറയുന്നത്. രണ്ടാമത് എസ്തേറിൻ്റെ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകമായ രൂത്തിൻ്റെ പുസ്തകം അത് ഒരു ജാതീയ യഹൂദനുമായി ബന്ധപ്പെടുന്നതും, എസ്തേറിൻ്റെ പുസ്തകം ഒരു യഹൂദ്യ സ്ത്രീ ജാതീയ രാജാവുമായിട്ട് ബന്ധപ്പെടുന്നതുമാണ്. അപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏതാണ്ട് 14ലധികം ന്യായാധിപന്മാർ ഭരണം നടത്തുന്ന കാലത്താണ് രൂത്ത് ബോവസിൻ്റെ കാന്തിയായി മാറുന്നത്. രൂത്ത് പുതിയ നിയമ വനിതയല്ലെങ്കിലും പുതിയ നിയമത്തിലെ മത്തായിയുടെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ പ്രഥമ പുസ്തകമായ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രഥമ സ്ഥാനം പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പല സ്ത്രീകളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ രൂത്തിനെ കുറിച്ചും നമുക്ക് കാണാൻ കഴിയും. ഓർപ്പയെപ്പോലെ കാലയവനിയയ്ക്കുള്ളിൽ ആരും അറിയപ്പെടാതെ ചെന്ന് അടിയേണ്ടവളായിരുന്നെങ്കിലും തനിക്ക് എതിരെ ഉണ്ടായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് തന്നെ ദൈവം ഉയർത്തി. ആ യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അബലകളെന്ന് പേര് ലോകം കൊടുക്കാറുണ്ട് സ്ത്രീകൾക്ക്. എന്നാൽ ആ ലോകം ഗണിച്ച് വിധി തള്ളുന്ന സ്ത്രീരത്നങ്ങളോട് ദൈവീയ കരുതലിൻ്റെ ആഴം എത്രമാത്രം വലിയതാണ് എന്നുള്ളൊരു ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകത്തിൽ ഉണ്ട്. അതാണ് ഈ രൂത്തിൻ്റെ പുസ്തകം എന്നുള്ള ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ നിലയിൽ ചില ചിന്തകൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ് ഞാൻ ആ ഭാഗം ഒന്ന് ഓർപ്പിക്കുകയാണ്. ഇവിടെ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടായതിനെ കുറിച്ചാണ് നാം ആദ്യമേ വായിച്ചു കേട്ടത്. ദൈവവ്യവസ്ഥ വിട്ട് യാത്ര ചെയ്ത ബേത്ലഹേമിലേക്ക് പോയ കുടുംബത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്ഷാമം അവരുടെ കുടുംബത്തിൽ കൊടുമ്പുരി കൊണ്ടതായിട്ട് വായിക്കുന്നുണ്ട്.
ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ദൈവവ്യവസ്ഥ വിട്ട് തെറ്റിപ്പോകുന്നതായ ഏതൊരു വ്യക്തിയും അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പത്രോസ് കർത്താവിൻ്റെ അപ്പോസ്തലനായിട്ട് വളരെ നിസ്തുല്യമായ സേവനമൊക്കെ നടത്തി വരവേ ഒരു ദിവസം ദൈവഹിതം വിട്ട് താൻ പഴയ തൊഴിലിലേക്ക് പോകുന്നതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം പഠിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 6 അധ്യായത്തിൽ 7 വാക്യം പഠിക്കുന്നത് ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യുന്നവരായിരിക്കണമെന്ന് നമുക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവ ഇഷ്ടം അല്ലെങ്കിൽ ദൈവഹിതം മനസ്സിലാക്കി പോകുന്നതായ ഒരു വിശ്വാസിക്ക് ആവിധമായ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. എന്നാൽ പത്രോസിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ ദൈവഹിതത്തിൽ നിന്നും അകന്ന് ജീവിച്ചനായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ 3 കാര്യങ്ങൾ 1 സങ്കീർത്തനത്തിൽ 1 വാക്യത്തിൽ നമുക്ക് കാണാണ്ട് കഴിയും. അത് ലംഘിച്ചാണ് ഈ പത്രോസ് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവിടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നടക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനായിരിക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ സ്വന്തം ഇഷ്ടത്തിന് പോയതായ പത്രോസും അവരുടെ ജീവിതത്തിൽ പരാജയമേറ്റു വാങ്ങിയിട്ടുണ്ട്. പത്രോസ് ആരായിരുന്നു? ഒരു എക്സ്പേർട്ട് ഫിഷർമാൻ ആയിരുന്നു. നീ എത്ര എക്സ്പേർട്ടായിരുന്നാലും എക്സ്പീരിയൻസ് ഉള്ളവനായിരുന്നാലും ദൈവഹിതം തെറ്റിച്ചു പോയാൽ, സ്വന്തം ഇഷ്ടത്തിന് പോയാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അതിൻ്റെ പരാജയം അനുഭവിക്കേണ്ടതായിട്ട് വരും. തെറ്റ് ചെയ്യുന്നവൻ അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും. 1 സങ്കീർത്തനത്തിൽ നാം ഇപ്പോൾ അതാണല്ലോ കേട്ടത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ഇരിക്കണം. പത്രോസിനെ സംബന്ധിച്ച് പത്രോസ് ഈ 3 കാര്യങ്ങൾ ചെയ്തു. വിശുദ്ധ തിരുവെഴുത്ത് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്. എവിടെയൊക്കെയാ? ഒന്ന്, നടക്കരുതെന്ന് പറഞ്ഞു കൊടുത്ത് മാർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 54 വാക്യം, പത്രോസ് മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്തോളം ദൂരവേ അനുഗമിച്ചു, അല്ലെങ്കിൽ നടന്നു. അടുത്തത് ഇങ്ങനെയാണ്, ഭൃത്യന്മാരോട് ചേർന്ന് തീ കാഞ്ഞുകൊണ്ടിരുന്നു. നോക്കുക, ഈ മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായത്തിന് 54 വാക്യത്തിൽ 2 കാര്യം. ഒന്ന്, അവൻ നടന്നു അല്ലെങ്കിൽ അനുഗമിച്ചു. 2, അവൻ തീ കാഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അത് ഒരു ലംഘനമാണ്. 2, യോഹന്നാന്റെ സുവിശേഷം 18:18 ഇങ്ങനെ വായിക്കുന്നു, അന്ന് കുളിരാകൊണ്ട് ദാസന്മാരും സേവകരും കനൽ കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരുന്നു. പത്രോസും അവരോട് കൂടെ തീ കാഞ്ഞുകൊണ്ട് നിന്നു. നോക്കുക, പത്രോസും അവരോട് എന്ത് ചെയ്തു? തീ കാഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ പത്രോസ് എന്ത് ചെയ്യുന്നു? നിൽക്കുകയാണ്, ഇരിക്കുകയാണ്, നടക്കുകയാണ്, അതുപോലെ ഇരിക്കുകയാണ്, നിൽക്കുകയാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തിരുവെഴുത്ത് നമ്മോട് ഓർപ്പിക്കുകയാണ്. ഇനി ഇരിക്കരുതെന്ന് പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൂക്കോസ് 22:54-55 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത്, അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിഞ്ചെന്ന് വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പത്രോസിന് ജീവിതത്തിൽ നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത് എന്നുള്ള ഈ 3 കാര്യങ്ങൾ പത്രോസ് ലംഘിച്ചതായി നമുക്ക് കാണാണ്ട് കഴിയും. 1 സങ്കീർത്തനം ഏതൊരു വിശ്വാസിയും കാണാതെ പഠിച്ചു വച്ചിരിക്കുന്നതായ ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 1 വാക്യത്തിൽ പത്രോസിനുള്ള ബന്ധത്തിൽ 3 കാര്യം. ആ 1 വാക്യത്തിൽ 3 കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. ഈ 3 കാര്യം ലംഘിച്ച ഒരു ശിഷ്യനെ കാണാൻ കഴിയും. പത്രോസ് എന്ത് ചെയ്തു? അവൻ നടന്നു, അവൻ നിന്നു, ഇരുന്നു. അതാണ് മർക്കോസ് 14:54, യോഹന്നാൻ 18:18, അതുപോലെ ലൂക്കോസ് 22:54-55 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. നോക്കുക, ദൈവവ്യവസ്ഥ വിട്ട് യാത്ര ചെയ്ത ബേത്ലഹേമിലെ ഒരു കുടുംബത്തിന് സംഭവിച്ച ദയനീയമായ പരാജയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വലിയ ക്ഷാമം ഉണ്ടായതായിട്ട് വായിക്കുന്നു. എവിടെയാണ്? ബേത്ലഹേമിൽ. ബേത്ലഹേം എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ബ്രെഡ്. ആ അപ്പത്തിൻ്റെ വീട്ടിൽ എന്തുണ്ടായി? ക്ഷാമം ഉണ്ടായി. തിരുവെഴുത്ത് പഠിക്കുന്ന ഒരു വേദപഠിതാവിന് ബേത്ലഹേം ഹൗസ് ഓഫ് ബ്രെഡ്, ബെഥാനിയ ഹൗസ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യത്തിൻ്റെ വീടാണ്.
ബഥേൽ ഹൗസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ വീടാണ്. ബെഥേസ്ത ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ വീടാണ്. അങ്ങനെ ബേത്ലഹേമും ബഥാനിയയും ബഥേലും ബെഥേസ്തുമൊക്കെ തിരുവെഴുത്തിൽ ഓരോരോ യാഥാർത്ഥ്യങ്ങളെ വെളിപ്പെടുത്തി തരികയാണ്. ഒരു വിശ്വാസിയോടുള്ള ജീവിതത്തിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്നു. അപ്പോൾ ദൈവവ്യക്തിയിൽ ജീവിക്കുന്നവൻ്റെ കുടുംബത്തിൽ എന്തുണ്ടായി? ഒരു ക്ഷാമം ഉണ്ടായതിനെ കുറിച്ചാണ് വായിക്കുന്നത്. അപ്പോൾ ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു ഭക്തൻ്റെ കുടുംബം യഹോവ കരം നീട്ടി പണിയുമെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. 127 വാക്യം. അപ്പോൾ ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു ഭക്തൻ, അവൻ്റെ അധ്വാന ഫലം പിശാച് പല വഴിക്ക് തിരിച്ചു വിടുകയില്ല. അതാണ് 128 2-3 വാക്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത്. അപ്പോൾ നാം ഒരു കാര്യം വളരെ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം, ആ കാര്യം ഒരു ദൈവഭക്തൻ്റെ കുടുംബം, അവൻ്റെ ഭാര്യ, അവൻ്റെ കുഞ്ഞുങ്ങൾ, ഈ സങ്കീർത്തനം പഠിക്കുന്ന ഒരു വേദപണ്ഡിതാവിന് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഭാര്യ എന്താണ്? അതെ, വീഞ്ഞിൻ്റെ വീര്യം ആയിരിക്കും, നിരന്തരം ആ നിലയിലായിരിക്കും. അവൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് വായിക്കുന്നത് അത് ചൂടവസ്ഥ സൃഷ്ടിക്കാതെ തണുപ്പിക്കുന്നവരായിരിക്കും. മാത്രമല്ല വെളിച്ചം പകരുന്ന, എണ്ണ പ്രദാനം ചെയ്യുന്ന ഉലുവതൈകൾ പോലെയായിരിക്കും കുഞ്ഞുങ്ങളെന്ന് വായിക്കുന്നുണ്ട്. അവർ ആത്മീയ മേശയിലും ഭൗതിക മേശയിലും പങ്കാളികളാണ്. തുടർന്ന് നമുക്ക് എലിമേലേക്കും കുടുംബത്തിൻ്റെയും ആ ഭവനത്തിലേക്കൊന്ന് യാത്ര ചെയ്യാം. അവിടെ ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായെന്നാണ് 1-ാമത്തെ വാക്യം നമ്മളെ വായിച്ചു കേൾപ്പിച്ച്. തിരുവെഴുത്ത് പരിശോധിച്ച് സഞ്ചരിച്ച് അത് ആരായുന്ന ഏതൊരു ഭക്തനും ക്ഷാമത്തിൻ്റെ തിക്ത അനുഭവങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞവരായ അനേക ജീവിതങ്ങളെ കാണാം. അതിൻ്റെ പിൻപിൽ തിരുവചന ലംഘനവും ദൈവത്തോടുള്ള അകൽച്ചയും പ്രധാന കാരണമാണെന്ന് തിരുവചന പഠിതാവിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ പ്രസ്താവന ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത് നാം ഒന്ന് ഗ്രഹിക്കുന്നതിനും ചിന്തിക്കുന്നതിനും വേണ്ടിയാണ്. തിരുവെഴുത്ത് പരിശോധിച്ച് സഞ്ചരിച്ച് ആരായുന്ന ഏതൊരു ഭക്തനും ക്ഷാമത്തിൻ്റെ തിക്ത അനുഭവങ്ങൾ അനുഭവിച്ച് കുഴഞ്ഞവരായ അനേക ജീവിതങ്ങളെ കാണാം. അതിൻ്റെ പിൻപിൽ തിരുവചന ലംഘനവും ദൈവത്തോടുള്ള അകൽച്ചയും പ്രധാന കാരണമാണെന്ന് തിരുവചന പഠിക്കുന്നൊരു പഠിതാവിന് മനസ്സിലാക്കാൻ സാധിക്കും. 1-2 ഉദാഹരണം വേഗം ഞാൻ ഓർപ്പിച്ച് മുൻപോട്ട് പോകാം. ഒന്ന് അബ്രഹാമിനെ സംബന്ധിച്ചാണ്. അബ്രഹാമിന് ക്ഷാമം ഉണ്ടായതിനെക്കുറിച്ച് ഉൽപ്പത്തി 12-10 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം അബ്രഹാമിനെ വിളിച്ചത് ഈജിപ്തിലേക്ക് പോകാനായിരുന്നില്ല, കനാനിൽ പാർത്ത് സൃഷ്ടാവിൻ്റെ ഇഷ്ടം അനുസരിക്കേണ്ടതിനത്രേ അവനെ വിളിച്ചത്. ഉൽപ്പത്തി 12-8 വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ എന്ത് ചെയ്തു? അവൻ ബെഥേലിലും ഹായിലും യാഗപീഠം ഉണ്ടാക്കി അവൻ ആരാധിച്ചതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ബെഥേൽ എന്ന് പറയുന്നത് സ്വർഗവാതിലാണ്, ഹായ് എന്ന് പറയുന്നത് മരണവാതിലാണ്. അപ്പോൾ സ്വർഗവാതിലിനും മരണവാതിലിനും ഇടയ്ക്ക് അവൻ എന്ത് ചെയ്തു? അവൻ വിജയിയായിട്ട് മുൻപോട്ട് പോവുകയാണ്. പരാജയം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നാം ഉൽപ്പത്തി 28-17, യോശുവ 7-5 ഇതിനിടയ്ക്ക് വെച്ചുള്ള ഒരു അനുഭവം ഒരു ഭക്തന് പാടില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് അബ്രഹാം ഇത് സംഭവിച്ചു? ആത്മീയൻ, ലോകസ്നേഹി, ഭൗതിക നന്മ മാത്രം ലക്ഷ്യമാക്കി ജീവിതം ഒഴിഞ്ഞു വെച്ചവൻ, ആരാധന താല്പര്യമില്ലാത്തവൻ, കലഹക്കാരൻ ലോത്തിനെ എന്ത് ചെയ്തു? ദൈവഹിത പ്രകാരം അകറ്റിയില്ല, വേർപാട് പാലിച്ചില്ല. ജനം പലരിലും ഇന്നും പലരിലും ആത്മീയ ആ ക്ഷാമം പടർന്ന് പിടിച്ചിരിക്കുന്നു. 3 കാര്യങ്ങൾ. ഒന്ന്, കന്മോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. 1 യോഹന്നാൻ 2-ാം വാക്യം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്തൊക്കെയാണ്? 3 കാര്യങ്ങൾ: കന്മോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ 3 കാര്യങ്ങളെ ലക്ഷ്യമിട്ട് ജീവിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതിരിക്കുന്നു. രണ്ടാമതൊരു ക്ഷാമം ഗോത്രപിതാക്കന്മാർക്ക് നേരിട്ട ക്ഷാമമാണ്. ഉൽപ്പത്തി 43-1 വാക്യം. കനാനിൽ നേരിട്ട ക്ഷാമം, ആ ക്ഷാമത്തിൻ്റെ പിൻപിലും ദൈവഹിതത്തിനെതിരെയുള്ളതായ യോസേഫിനുള്ള സമീപനമാണ്.
അവൾ പിതാവ് സ്നേഹിച്ച മകനെ എന്ത് ചെയ്തു? സഹോദരന്മാർ പകച്ചു, പുച്ഛിച്ചു, അവനെ എന്ത് ചെയ്തു? പുറന്തള്ളി, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പീഡിപ്പിച്ചു. ഉൽപ്പത്തി 37:24 അവനെ കുഴിയിലിട്ട് നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചു. യോസേഫ് അവർക്കെതിരെ ഒന്നും ചെയ്തില്ല. സ്വർഗം അവനെ മറന്നില്ലെന്ന് ഓർക്കണം. തനിക്കെതിരെ പ്രവർത്തിച്ചവർ ആ കഠിന ക്ഷാമത്തിലേക്ക് വീണു. ഒന്നവർ ആത്മീയ ക്ഷാമം, രണ്ടവർക്ക് ഭൗതിക ക്ഷാമം, അതായത് വരൾച്ചയുണ്ടായി. സങ്കീർത്തനം 68:6 നമ്മൾ വായിക്കുന്നു, മത്സരികളാണ് വരണ്ട ദേശത്ത് പാർക്കുന്നത്. നോക്കുക, യോസേഫിനോട് അവർ മത്സരം കാണിച്ചു. ആ മത്സരികളായിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു? വരണ്ട ദേശത്ത് പാർക്കേണ്ടതായിട്ട് വന്നു. ക്ഷാമം എന്ത് ചെയ്തു? ഉണ്ടായി. ആ നിലയിൽ അവരെ നിന്ദിച്ച വ്യക്തി എന്ത് ചെയ്തു? സ്വർഗം കരത്തിലേറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഉൽപ്പത്തി 41:56-57 വാക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സഹോദരനെ യോസേഫിനെ പുച്ഛിച്ചതായ ആളുകളെ എന്ത് ചെയ്തു? ദൈവം ക്ഷാമത്തിലേക്ക് വിടുകയും യോസേഫിനെ സ്വർഗം എന്ത് ചെയ്തു? കരത്തിലേക്ക് ഏൽക്കുകയും ചെയ്തു. എത്രയോ വലിയ കാര്യമാണ് ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും ദുഃഖിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ, അവരെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ദൈവം അവരോട് ഇടപെട്ടുകൊള്ളും. ദൈവം എന്ത് ചെയ്യും? എല്ലാവർക്കും നല്ലവനാണ്. ചിലർക്ക് ദുഷ്ടന്മാർക്ക് അവൻ്റെതായ ശിക്ഷ കൊടുക്കുന്നവനാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം സകലവും നന്മയ്ക്കായിട്ട് കൂടി ചെയ്യുന്നവനാണെങ്കിൽ ഓർക്കണം. മൂന്നാമതായിട്ട് ശമര്യയിൽ ഒരു ക്ഷാമം ഉണ്ടായി. അത് 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 33 വരെയുള്ള ഭാഗത്താണ് കാണാൻ കഴിയുന്നത്. അവിടെയും ദൈവവ്യവസ്ഥ വിട്ട് ചുവട് വെച്ച ശമര്യ നിവാസികളായ ഇസ്രായേൽ മക്കളെ ലക്ഷ്യമാക്കി അരാം രാജാവ് എന്ത് ചെയ്തു? ബെൻഹദദ് തൻ്റെ സൈന്യത്തെ അയച്ച് അവർ പുറപ്പെട്ടു വന്ന് ശമര്യയെ വളഞ്ഞു. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്ന ജനത്തെ ശത്രു സൈന്യം വളഞ്ഞപ്പോൾ ക്ഷാമത്തിൻ്റെ കെടുതി ഉണ്ടായി. നോക്കുക, ദൈവത്തെ വിട്ടുപോകുന്ന ജനത്തിനും ഒരളവിൽ ക്ഷാമം ഉണ്ടാകാം. ദൈവവ്യവസ്ഥ വിട്ടുപോകുന്നവർക്കും ക്ഷാമം ഉണ്ടാകാം. ദൈവവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം വിട്ടുപോകുന്നവർക്കും ക്ഷാമം ഉണ്ടാകാം. അപ്പോൾ ദൈവവചനത്തെയും ദൈവത്തെയും വിടുന്നവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. സദൃശ്യം 29:12 വാക്കിൽ വായിക്കുന്നുണ്ട്, ദർശനമില്ലാത്തടത്ത് വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ കിട്ടുക നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ വായിക്കുന്നത് where there is no revelation people perished. Where there is no revelation people perish. എവിടെ ദർശനമില്ലാതിരിക്കുന്നു അവിടെ ജനം നശിച്ചു പോകുന്നു, മര്യാദ കിട്ടു നടക്കുന്നു. അതോടൊപ്പം തന്നെ നാം പുതിയ നിയമത്തിൽ മുടിയനായ പുത്രൻ അല്ലെങ്കിൽ പ്രോഡിഗൽ സണ്ണോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അകന്നു പോയി. അപ്പൻ്റെ കൂട്ടായ്മ വേണ്ട, അപ്പൻ്റെ യാതൊന്നും വേണ്ട, സ്നേഹം വേണ്ട, പരിലാളനം വേണ്ട, ഒന്നും വേണ്ട. അപ്പനിൽ നിന്ന് അകന്നു പോയ ആ മുടിയനായ പുത്രൻ അവൻ ഒരിക്കൽ പന്നിയുടെ കുഴിയിൽ വെച്ച് ഇങ്ങനെ പറയുകയാണ്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ പേര് തിന്ന് ശേഷിക്കുന്നു. അവൻ വിശപ്പ് കൊണ്ട് അവൻ വളരെയധികം വിഷണ്ണനായിരിക്കുകയാണ്. അവൻ്റെ കുടലെല്ലാം ഒട്ടിയിരിക്കുകയാണ്. അവന് കഴിക്കാനൊന്നും ലഭിക്കുന്നില്ല. ആ പന്നികൾ കൊടുക്കുന്ന വാളവരെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്ന് അവൻ ആഗ്രഹിച്ചു. പക്ഷെ അതിൻ്റെ യജമാൻ ഈ വാളവര അതിന് തിന്നാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇവനെ ലക്ഷ്യമിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് CCTV ഒന്നും ഇല്ലെങ്കിലും അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ കൊണ്ടുപോകുന്നത് പന്നികൾ കൊടുക്കുകയാണ്. പന്നികൾ ആർത്തിയോടെ അതിനിഷ്ടം പോലെ നല്ല രുചിയോടെ അതൊക്കെ തിന്നുമ്പോൾ അവൻ പറയുന്നത്, ഇതെങ്കിലും ഒരല്പം കിട്ടിയാൽ മതിയായിരുന്നു. അത് ലഭിക്കാതെ വന്നപ്പോൾ അവന് എന്ത് ചെയ്തു? അവൻ ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ എത്രയോ പേര് തിന്ന് ശേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ പറയാണ്, where there is enough food. Where there is enough food. സദൃശവാക്യം 29:18 വാക്കിൽ വായിക്കുന്നത്, where there is no revelation people perish. മുടിയനായ പുത്രൻ പറയാണ്, where there is enough food. Where there is enough food. ഇവിടെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്. ഐ എം വെരി ഹംഗ്രി. ഞാൻ വളരെ വിശന്നിരിക്കുകയാണ്.
എൻ്റെ കുടലെല്ലാം ഒട്ടിയിരിക്കുകയാണ്, എൻ്റെ നാവെല്ലാം നാക്കോട് പറ്റിയിരിക്കുകയാണ്. എനിക്കൊരല്പം നല്ല വെള്ളം കിട്ടിയാൽ കൊള്ളാം, ഒരു നല്ല ആഹാരം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവന് ആഹാരം ലഭിക്കുന്നില്ല, അവന് നല്ല ശുദ്ധവെള്ളം കിട്ടുന്നില്ല. അപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേകം ആളുകൾ തിന്ന് ശേഷിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ള എന്ത് ചെയ്തില്ല, അതെ, നിന്ന് അകന്ന പോയാലുള്ള സ്ഥിതി വിശേഷം ഇതാണ്. ഇതുപോലെ ദൈവത്തിൽ നിന്ന് അകന്ന ജനം ജനത്തെ എന്ത് ചെയ്തു? ശത്രു സൈന്യം വളഞ്ഞപ്പോൾ ക്ഷാമത്തിൻ്റെ കെടുതി ഉണ്ടായി. ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദൈവത്തിന് വിരുദ്ധമായി പാപം ചെയ്തു. അപ്പോൾ ജനത്തിൻ്റെ മനുഷ്യത്വം മരവിച്ചു, അവർ സ്നേഹം നഷ്ടപ്പെട്ടു. അവർ സ്നേഹം നഷ്ടപ്പെട്ടു മൃഗതുല്യരായി തീരാനിടയായി. സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തുണ്ടം തുണ്ടമാക്കി ഭക്ഷിക്കുന്ന കന്നിമറ്റവരായി തീർന്നു. അതാണ് 2 രാജ്യം 6-ാം അധ്യായത്തിൻ്റെ 28-29 നമുക്ക് കാണാണ്ട് കഴിയുന്നു. വിലക്കപ്പെട്ട എല്ലാ അശുദ്ധിയും ഭക്ഷിക്കാനായിട്ട് തുടങ്ങി. കഴുത തല മുതൽ പ്രാക്കാഷ്ടം വരെ അവർ ഭക്ഷിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. എന്താ കാര്യം? മനസാക്ഷി നഷ്ടപ്പെട്ടു കഠിനമായി. ഇവ നമ്മിൽ ഭവിക്കാതിരിക്കട്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്, ചിന്തിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്, ഞാൻ ഇന്നുവരെയും നല്ല മനസാക്ഷിയോടാണ് ജീവിക്കുന്നത്. ദൈവത്തോടും മനുഷ്യരോടും എനിക്ക് നല്ല മനസാക്ഷി ഉണ്ടെന്ന് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ താൻ ഓർപ്പിക്കുന്നുണ്ട്. ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുന്നു. അവിടെ അപ്പോസ്തല പ്രവൃത്തി പൗലോസ് ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനതിങ്ങനെ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു. ഈ വിശുദ്ധ ദിവസം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ശബ്ദം ഈ മീഡിയയിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും ഒരു നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം. ആ നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ ദൈവത്തോട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കും. മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം മൂത്തവൻ തൊട്ട് ഇളയവൻ വരെ ഓടിപ്പോയെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യേശു എന്ത് ചെയ്തു? യേശുവിനോട് പറഞ്ഞത്, ഗുരു, ഇവൾ എന്ത് ചെയ്യാണ്? ന്യായപ്രമാണപ്രകാരം ഇവള് കല്ലെറിയേണ്ടതായിട്ടുണ്ട്, അതിന് കൊണ്ടുവന്നതാണ്. ന്യായപ്രമാണപ്രകാരം ഇവള് പാപം ചെയ്തിരിക്കുന്നു, തെറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൾ വ്യഭിചാരം ചെയ്തിരിക്കുന്നു, അവളെ കല്ലെറിയണം, അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അതാണ് തിരുവെഴുത്ത് പറയുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. കർത്താവ് എന്ത് ചെയ്തു? നിലത്ത് ഇരുന്ന് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ പിടിച്ചുകൊണ്ടുവന്നവരുടെ പാപമായിരിക്കും എഴുതി വെച്ചത്. ഈ വലിയച്ഛൻ മുതൽ ഇളയച്ഛൻ വരെ ഉള്ള ആളുകളുടെ എന്ത് ചെയ്യാണ്? പാപങ്ങൾ എഴുതി കാണിക്കുകയാണ്. വലിയച്ഛൻ ചെയ്തത്, ഇളയച്ഛൻ ചെയ്തത് എല്ലാം ഇങ്ങനെ എഴുതിക്കുകയാണ്. ഓരോന്നോരോന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർ നോക്കിയപ്പോൾ, കുനിഞ്ഞു നോക്കിയപ്പോൾ, എടാ എൻ്റെ പേരാ എഴുതുന്നത്. അടുത്തവൻ പറഞ്ഞു, അയ്യോ എൻ്റെ പേരാ അച്ചായ എഴുതിയിരിക്കുന്നത്. മറ്റവൻ പറഞ്ഞു, എൻ്റെ അച്ചായ എൻ്റെ പേരാണല്ലോ, എൻ്റെ കാര്യമാണല്ലോ എഴുതുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? അവർ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചിന്തിച്ച് എന്ത് ചെയ്തു? അവർ ഓടിക്കളഞ്ഞു. യേശു കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സ്ത്രീ മാത്രം നിൽക്കുന്നുണ്ട്. സ്ത്രീയെ, അവർ നിന്നെ കല്ലെറിഞ്ഞില്ലേ? ഇല്ല ഗുരു, അപ്പം ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. ഇനി പാപം ചെയ്യരുത്, പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു? ആ കല്ലെറിയാൻ വന്നവർ മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം അവരോടിപ്പോയി. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെന്ന് പറഞ്ഞു. പാപമില്ലാത്ത ആരായിരിക്കുന്നത്? ആരെങ്കിലും ഉണ്ടോ പാപമില്ലാത്തവർ? ഇല്ല, ഒരുവനുമില്ല. റോമാലേഖനം 3:23 എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്ത് ദൈവത്തിൻ്റെ ആ മഹത്വം തെറ്റിച്ചിരിക്കുകയാണ്. അതാണ് തിരുവെഴുത്ത് വായിക്കുന്നത്. ഒരുവനുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്ത് ഇല്ലാത്തവരായി തുറന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആ മനുഷ്യര്
കല്ലെറിയാൻ വന്നവർ മനസാക്ഷിയുടെ ആക്ഷേപ നിമിത്തം എന്ത് ചെയ്തു? അവർ ഓടിപ്പോയി കളഞ്ഞു. ഞാനും നിങ്ങളും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, പക്ക. ഞാനും നിങ്ങളും അപ്പം മുറിക്കുന്നുണ്ട്, ഞാനും നിങ്ങളും പാനപാത്രം കുടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവത്തോട് നല്ല മനസാക്ഷിയുണ്ടോ? നിങ്ങൾക്ക് മനുഷ്യരോട് നല്ല മനസാക്ഷിയുണ്ടോ? കുടുംബത്തിലുള്ള ആളുകളോട് നല്ല മനസാക്ഷിയുണ്ടോ? സഭയിലുള്ള മനുഷ്യരോട് നല്ല മനസാക്ഷിയുണ്ടോ? അടുത്തിരിക്കുന്ന സഹോദരനോട് നല്ല മനസാക്ഷിയുണ്ടോ? അടുത്തിരിക്കുന്ന സഹോദരിയോട് നിങ്ങൾക്ക് നല്ല മനസാക്ഷിയുണ്ടോ? അയൽവാസികളോട് നല്ല മനസാക്ഷിയുണ്ടോ? ദൈവത്തോട് നല്ല മനസാക്ഷിയുണ്ടോ? നടത്തിപ്പുകാരോട് വലിയ മനസാക്ഷിയുണ്ടോ? ഒരു മനസാക്ഷി ഇല്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ ക്രമമായിട്ട് സൺഡേ നടക്കും. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുകയാണ്, എനിക്ക് ദൈവത്തോടും, ആദ്യം ദൈവത്തോടും പിന്നെ മനുഷ്യരോടും. ടുവേഴ്സ് ഗോഡ് ആൻഡ് ടുവേഴ്സ് മാൻ. ആദ്യം ദൈവത്തോടാണ്, പിന്നെ മനുഷ്യരോട് എനിക്ക് നല്ല മനസാക്ഷി ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്കൊരു നല്ല മനസാക്ഷി ആവശ്യമല്ലേ എന്നുള്ളത് പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഏതൊരു വിശ്വാസിക്കും നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണമെന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നല്ല മനസാക്ഷിയുടെ ഉടമകളായിട്ട് ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരണം എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. അപ്പോൾ നല്ല മനസാക്ഷി ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിലുള്ളത് എബ്രായലേഖകൻ പറഞ്ഞ ഒരു ദുർമനസാക്ഷിയാണ്. ദുർമനസാക്ഷിയോട് നമുക്ക് ആരാധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എബ്രായലേഖകൻ പറഞ്ഞത് ഈ ദുർമനസാക്ഷി മാറിയിട്ട് വേണം ദൈവത്തെ ആരാധിക്കുവാൻ. അത് ഹൃദയം എന്ത് ചെയ്യണം? ശുദ്ധവെള്ളത്താൽ കഴുകണം. ഈ ശുദ്ധവെള്ളം ദൈവജനത്തെ കാണിക്കാൻ, ദൈവജനത്താൽ കഴുകൽ പ്രാപിച്ചിട്ട് വന്നിട്ട് ഈ വിശുദ്ധ മേശയിൽ നിന്ന് സംബന്ധിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ മനസാക്ഷി എങ്ങനെയുള്ള മനസാക്ഷിയാണ്? നല്ല മനസാക്ഷിയാണോ ദുർമനസാക്ഷിയാണോ? ദുർമനസാക്ഷിയോടെ ആണെങ്കിൽ നമ്മുടെ ആരാധന ശരിയാകത്തില്ല, ദൈവപ്രസാദം ലഭിക്കുകയില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഈ ദുർമനസാക്ഷിയോടെ, നല്ല മനസാക്ഷിയോടെ ജീവിക്കാത്ത ആളുകളെല്ലാം എന്തെയാണ്? തങ്ങൾക്ക് വിലക്കപ്പെട്ട എല്ലാ അശുദ്ധിയിലേക്കും പോകും. ദൈവത്തോട് ഭയമില്ല, ദൈവവചനത്തോട് ഭയമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? വിലക്കപ്പെട്ടതായ അശുദ്ധിയും ഭക്ഷിക്കാൻ അവർ തയ്യാറാകും. ഇസ്രായേൽ എങ്ങനെയാണ്? ദൈവത്തിൽ നിന്നാകുന്നു. അതുപോലെ തന്നെ ആ ജനം എന്ത് ചെയ്തു? മനുഷ്യത്വമെല്ലാം മരവിച്ചു, അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു. അവർ മൃഗതുല്യരായി സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷിക്കുന്ന ആ കനിവറ്റവരായി തീരാനിടയായി തീർന്നു. മാത്രമാണോ? ഞാൻ ഓർപ്പിച്ച പോലെ വിലക്കപ്പെട്ട എല്ലാ അശുദ്ധിയും ഭക്ഷിക്കാനായിട്ട് തുടങ്ങി. കഴുതത്തല മുതൽ പ്രാകാഷ്ട്രം വരെ മേടിച്ച് തിന്നാനായിട്ട് തുടങ്ങി. എത്രയോ ദുഃഖകരമായ കാര്യമാണ്. നമുക്ക് ഈ കുടുംബത്തിലേക്കൊന്ന് മടങ്ങി വരാം. അവർ നമ്മൾ വായിക്കുന്നത്, അവർ അവരുടെ ജീവിതത്തിലുണ്ടായ ചെറിയ ദുഃഖം, ചില ക്ഷാമം നിമിത്തം അവരെന്ത് ചെയ്തു? അവർ മോവാബിലേക്ക് പോകുവാനായിട്ട് ഇടയായി തുടങ്ങി. അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവർ ഓടിപ്പോയി. എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, യു കനോട്ട് റൺ അവേ ഫ്രം യുവർ പ്രോബ്ലം. നിങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിപ്പോകരുത്. ഇവിടെ എന്തുകൊണ്ട് ഓടിപ്പോയി? ഒരു കാര്യം ഓർപ്പിച്ച് ഞാൻ നിർത്താം. എന്തുകൊണ്ടാണ് ഈ കുടുംബം പ്രശ്നം വന്നപ്പോൾ ഓടിപ്പോയത്? ബിക്കോസ് they were living by sight, not by faith. അവർ കാഴ്ചയാലാണ് അവർ ജീവിച്ചത്, വിശ്വാസത്താലല്ല. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തെ അങ്ങനെ വായിക്കുന്നു. എബ്രായർ 10:32 വായിക്കുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇവർ വിശ്വാസത്താൽ ആയിരുന്നില്ല, കാഴ്ചയിലാണ്. ദൈവദൃഷ്ടിയിൽ അവരുടെ തീരുമാനം തെറ്റായിരുന്നു. കാരണം ആ മോവാബ് വളരെ ഹീതൻ കൺട്രിയാണ്, ദുഷിച്ച രാജ്യമാണ്, പാപം നിറഞ്ഞ രാജ്യമാണ്, ദൈവാരാധന ഇല്ലാത്തവരാണ്. അത് ദൈവത്തിൻ്റെ ശത്രു രാജ്യമാണ്. അവിടെ എന്ത് ചെയ്തു? ആ രാജ്യത്ത് അവർ പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആ തെറ്റായ തീരുമാനം അവരെ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും പോകുവാനായിട്ട് ഇടയാക്കി തീർത്തു. ഒരു കാര്യം ഓർപ്പിച്ച് നിർത്തട്ടെ, പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരാം. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവരെന്തുകൊണ്ട് ഓടിപ്പോയി എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ. ബിക്കോസ് ഓഫ് they were living by sight and not by faith. വിശ്വാസത്താലായിരുന്നില്ല, കാഴ്ചയിലായിരുന്നു. അങ്ങനെ ആരെങ്കിലും ജീവിക്കുന്നെങ്കിൽ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാം, ദൈവവചനത്തിലേക്ക് മടങ്ങി വരാം, ദൈവത്തിലേക്ക് മടങ്ങി വരുവാം.
അങ്ങനെ ദൈവാനുഗ്രഹമുള്ളവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.